കൊല്ലത്തേക്ക് പോവുകയാണ്. അവിടെ സവിശേഷമായ ഒരു പ്രതിഷേധത്തിന്റെ വാർത്ത വരുന്നു. സ്ത്രീ വേഷത്തിലെത്തി വോട്ട് ചെയ്ത് പുരുഷ വോട്ടറുടെ പ്രതിഷേധം. കൊല്ലം ഏഴുകോൺ സ്വദേശി രാജേന്ദ്ര പ്രസാദാണ് ഇങ്ങനെ പ്രതിഷേധിച്ചിരിക്കുന്നത്. അരുൺ രാജ് ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എന്താണ് ഈ രാജേന്ദ്ര പ്രസാദ് ഇങ്ങനെ പ്രതിഷേധിക്കാനുള്ള സാഹചര്യം? വേണു, ഈ കൊല്ലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കൊല്ലത്ത് ഒരു വേറിട്ട പ്രതിഷേധം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ പുരുഷ വോട്ടർ ഒരു സ്ത്രീ വേഷം കെട്ടിയെത്തിയാണ് ഈ പ്രതിഷേധിച്ചത്. കൊല്ലം എഴുകോൺ സ്വദേശി രാജേന്ദ്ര പ്രസാദാണ് ഇത്തരത്തിൽ സ്ത്രീ വേഷം കെട്ടി ഈ വോട്ടിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങിയത്. വോട്ടർ പട്ടികയിൽ തന്റെ ലിംഗം സ്ത്രീ എന്ന് രേഖപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ രാജേന്ദ്ര പ്രസാദിന്റെ പ്രതിഷേധം. മറ്റൊരു കൗതുകരമായ വാർത്ത നമ്മളെ അല്പം മുമ്പ് തേടി വന്നതാണ്. കൊല്ലം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിന്റെ MLA കൂടിയ കോവൂർ കുഞ്ഞുമാൻ ഈ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ തന്റെ ID കാർഡ് മറന്നു വെച്ചിട്ട് വോട്ട് ചെയ്യാൻ എത്തി എന്ന വാർത്ത. പിന്നീട് അദ്ദേഹം ഈ വോട്ടർ ID കാർഡ് എടുത്ത ശേഷമാണ് ആ വോട്ട് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തെ കാണാനെത്തിയപ്പോൾ അദ്ദേഹം ഉച്ചയൂണ്ട തിരക്കിലാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് എങ്ങനെയാണ് ഈ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ എന്തുകൊണ്ടാണ് തന്റെ ID കാർഡ് മറന്നുപോയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ MLAയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു മറുപടി കൂടി ലഭിക്കും. കുഞ്ഞുമണ, ഒരു പരാതി തന്നെ ഉയർന്നിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ MLA വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ ID കാർഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്താണ് സംഭവിച്ചത്? ഞാൻ എൻ്റെ ബൂത്ത് എന്ന് പറയുന്നത് തേവലക്കര ഗേൾസ് ഹൈസ്കൂളിലെ 131 ബൂത്താണ്. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇരുട്ടിയാണ് വീട്ടിൽ വന്നത്. രാവിലെ 7 മണിക്ക് വോട്ട് ചെയ്തിട്ട് നേതാക്കന്മാരോടൊപ്പം മറ്റ് ബൂത്തുകളിൽ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. ID പ്രൂഫ് എടുക്കാൻ മറന്നുപോയി. അതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ ID പ്രൂഫ് ഞാൻ സ്ലിപ്പ്, അവർ തന്ന സ്ലിപ്പ് ആയിട്ട് എൻ്റെ സീരിയൽ നമ്പറായിട്ടുള്ള 244 നമ്പർ സഹിതം പറഞ്ഞു. എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് അവരെടുക്കുകയും ചെയ്തു. അപ്പോൾ ID പ്രൂഫ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രസിഡിംഗ് ഓഫീസർ ഒബ്ജക്ഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ 10-25 വർഷമായിട്ട് ജനപ്രതിയാണ്, പ്രശ്നമില്ല, ഞാൻ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാമെന്ന്. ഞാൻ വീട്ടിൽ പോയി നിയമപരമായിട്ട് തന്നെയാണ് വോട്ട് ചെയ്തത്. അതിനകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, മറന്നുപോയതിൻ്റെ ഒരു വിഷയമുള്ളൂ. ഇതാണ് സംഭവിച്ചത്. കാരണം MLA രാവിലെ തന്നെ ഈ ആൾക്കാരെ കാണുക, ആൾക്കാരെ ഈ വോട്ടിംഗ് ബൂത്തിലേക്ക് അടക്കം എത്തിക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഷർട്ട് എടുക്കുന്നതിന് മടന്നുപോയതാണ്, അല്ല ആ ഷർട്ട് മാറിപ്പോയതാണ്. തന്റെ ID കാർഡ് അടക്കം അതിലായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഈ വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോൾ ഈ തിരച്ചിലടക്കം ഉണ്ടാകാതെ പോയതിന്റെ കാരണം. എന്തായാലും വേറിട്ട പ്രതിഷേധങ്ങളും ഇത്തരം സംഭവങ്ങളും ഒക്കെയായി കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം അങ്ങനെ പുരോഗമിക്കുകയാണ്. ആവേശപൂർവ്വം ജനം വോട്ട് ചെയ്യാൻ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. കൊല്ലത്ത് ജനം വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു. വലിയ ശക്തമായ പോളിംഗ് കൊല്ലത്തും ആദ്യ മണിക്കൂറുകളിലും ഉച്ചവരെയും രേഖപ്പെടുത്തുന്നുണ്ട്.